പെട്ടെന്നൊരു സ്പേസ് ഡെബ്രീസ് വന്ന് ഇടിച്ച് എല്ലാം കൂടെ തകർന്നു പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. ഇപ്പൊ സുനിത വില്യംസിന്റെ തിരിച്ചുവരവിനെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് ആശങ്കയ്ക്ക് ഒരു കാര്യവുമില്ല. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഹീലിയത്തിൻ്റെ അകത്ത് ഹീലിയം കുറേ ലീക്ക് വന്നു. ആ സ്പീഡ് കുറയ്ക്കുന്ന പ്രക്രിയ ചെയ്യേണ്ടത് ഈ ത്രസ്റ്ററുകളാണ്. ഈ ത്രസ്റ്ററുകൾ അത് ചെയ്തില്ല എങ്കിൽ ഈ സ്പേസ് ക്രാഫ്റ്റ് അനിശ്ചിതകാലത്തേക്ക് വിട്ടുപോകുമോ എന്നുള്ളൊരു അതിന് സാധ്യതയുണ്ട്. ഈ പേടകം ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഹീലിയം ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സ്പേസിൽ നിന്നിട്ടുള്ള ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ഇവരുടെ ഈ അറ്റകുറ്റപ്പണികളൊക്കെ പോസിബിളാണ്. ഒരു ആസ്ട്രോനോട്ട് അവിടെ കൂടി 1 വർഷം അവിടെ കിടന്നു. അതെ അതെ, 1 വർഷം കിടന്നു. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഇതിൻ്റെ പോസിബിലിറ്റി ഉള്ളതാണ്. അപ്പോളോ 11, 12 കഴിഞ്ഞ് അപ്പോളോ 13 ചന്ദ്രൻ്റെ സമീപം വരെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഓക്സിജൻ ടാങ്കർ പൊട്ടിത്തെറിച്ച് ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. വളരെ അതിസാഹസികമായിട്ടൊരു ചരിത്രമാണത്. അപ്പോളോ 13 സിനിമയൊക്കെ ഉണ്ട്. നാസയും സ്പേസ് എക്സും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇലോൺ മസ്ക് ഒരു പേടകം അങ്ങോട്ട് അയച്ച് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരും. നാസ ഏതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് പെട്ടെന്നൊരു ടാക്സി അയച്ച് തിരിച്ചു കൊണ്ടുവരുന്ന നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. സ്പേസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അത്രമാത്രം റിസ്ക് ഉള്ള സംഭവമാണ്. അതുകൊണ്ട് എന്ത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ തയ്യാറായവരെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. എനിക്ക് നിങ്ങളോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഇതിൻ്റെ വലിയൊരു സെൻസേഷൻ്റെ പുറകെ പോകരുത്. ഇതിൻ്റെ റിയാലിറ്റി ഇതാണ്. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകും. ടെക്നോളജിയുടെ ഭാഗമാണ് ടെക്നിക്കൽ ഇഷ്യൂസ്. അതുണ്ടാകും. ഹായ്, ഐസ് ആൻഡ് ദ പെൻഗ്വിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇപ്പം ഒരു ഭീതിയോടെ അല്ലെങ്കിൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സുനിത വില്യംസ് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് ആരുടെ അടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ആരുടെ അടുത്ത് അതൊരു ആധികാരികമായി സംസാരിക്കാൻ പറ്റും എന്ന് ഞാൻ നോക്കിയപ്പം അതിൻ്റെ പറ്റിയ ഒരാളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷാബു ചേട്ടാ. ഹായ്. അപ്പം സർ ആക്ച്വലി ചെയ്യുന്നത് മറ്റേ നമ്മുടെ സയൻസ് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് എഴുതുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു പബ്ലിഷറാണ്. ഒരു പബ്ലിഷിംഗ് കമ്പനി നടത്തുകയാണ്. എൻ്റെ ഒരു പാഷൻ പ്രധാനമായിട്ടുള്ള മേഖല സയൻസ് തന്നെയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സയൻസാണ്, ഫിസിക്സാണ് പഠിച്ചത്. അതിൽ തന്നെ സ്പേസ് ഒരു വല്ലാത്ത പാഷൻ എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ഒരു ഭ്രാന്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ച് കൊച്ചിലേ മുതലുള്ളതാണ്. അപ്പം സയൻസ് ബേസായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു സയൻസ് കോളം 2-3 വർഷത്തോളം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സയൻസ് കോർണർ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ന്യൂസിലും ഈ ഒരു സിറ്റുവേഷനിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ സുനിത വില്യംസിന്റെ തിരിച്ചുവരവിനെ പറ്റിയിട്ടാണ്. തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് ആശങ്കയ്ക്ക് ഒരു കാര്യവുമില്ല. ഈ ആശങ്ക ഈ ആവശ്യമില്ലാത്ത കുറേയധികം മാധ്യമങ്ങളും ആൾക്കാരും ഉണ്ടാക്കുന്ന ഈ അർദ്ധസത്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സെൻസേഷൻസാണ്. സുനിത വില്യംസിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ സേഫായിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. പിന്നെ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞാൽ ഇത് ഈ സ്പേസ് ട്രാവൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് ഈ സാങ്കേതിക ഘടകങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് അത് എന്തൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു വാഹനം പോലും അതിൻ്റെ അകത്ത് എന്തെല്ലാം സാങ്കേതികമായ കാര്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് സ്മൂത്തായിട്ടൊരു വാഹനം ഓടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഒരു സ്പേസ് ട്രാവൽ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അവർ പോയ പേടകത്തിൽ ഉണ്ടായ ഒരു ടെക്നിക്കൽ സ്നാഗ്, അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതിൻ്റെ ടെക്നിക്കൽ സ്നാഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകുന്നതിൻ്റെ അകത്തൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ പേടകത്തിൽ ഈ വരുന്ന ആ പേടകത്തിൽ അതിൻ്റെ അകത്ത് ത്രസ്റ്ററുകൾ എന്ന് പറയുന്നൊരു സംഭവമാണ്. ത്രസ്റ്റർ എന്ന് പറയുന്നത് ചെറിയ റോക്കറ്റുകൾ തന്നെയാണ്, ചെറിയ റോക്കറ്റുകളാണ്. കാര്യം ഇപ്പോൾ സ്പേസിൽ ഒരു പേടകത്തിന് സ്പീഡ് കുറയ്ക്കുക, കൂട്ടുക, അതിൻ്റെ ഗതിയൊന്ന് മാറ്റുക, ഡയറക്ഷൻ മാറ്റുക, ഇതിനൊക്കെ വേറെ ഒരു മാർഗവുമില്ല. അതിന് ത്രസ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് വർക്ക് ചെയ്യിക്കുമ്പം ആ റോക്കറ്റ് ബേൺ ചെയ്യുമ്പം അതിൻ്റെ ഓപ്പോസിറ്റിൽ അത് മൂവ് ചെയ്യും. സിമ്പിൾ.
അങ്ങനെ ഒരുപാട് ത്രസ്റ്ററുകൾ ഇതിലുണ്ടാകും. ഈ ത്രസ്റ്ററുകളിൽ ചിലതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങൾ. ഈ ത്രസ്റ്ററുകൾ, ഈ റോക്കറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഇന്ധനം എരിച്ചിട്ടാണ്, അറിയാമല്ലോ റോക്കറ്റിൻ്റെ പ്രിൻസിപ്പിൾ അറിയാമല്ലോ. ഈ ഇന്ധനം, അതിലെ ഫ്യൂവല് അതിൻ്റെ ബേണിംഗ് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് അത് ഒഴുകിയെത്തണം. ആ ഒഴുകിയെത്താൻ ഒരു പ്രഷർ അതിന് കൊടുക്കണം. ആ പ്രഷർ കൊടുക്കുന്നത് ഹീലിയം ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഈ ഹീലിയം ഒരു ഇനർട്ട് ഗ്യാസാണ്, അതൊന്നിനോടും റിയാക്ട് ചെയ്യാത്ത ഒരു പാവം സാധനമാണ്. ഈ ഹീലിയം, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഹീലിയത്തിൻ്റെ അകത്ത് ഹീലിയം കുറേ ലീക്ക് വന്നു. ഹീലിയം ലീക്ക്. ഈ ഹീലിയം ലീക്ക് കാരണം ഈ ത്രസ്റ്ററുകൾ ആവശ്യത്തിന് ത്രസ്റ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നൊരു സംശയം. അപ്പം ഇത് അവിടെ നിന്ന് ISSലാണ് ഇപ്പോൾ ഉള്ളത്. ISSൽ നിന്ന് അത് അൺഡോക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് അത് താഴേക്ക് വന്ന് ഭൗമാന്തരീക്ഷത്തിലേക്ക് കയറി പോരുക. ആ സ്പീഡ് കുറയ്ക്കുന്ന പ്രക്രിയ ചെയ്യേണ്ടത് ഈ ത്രസ്റ്ററുകളാണ്. ഈ ത്രസ്റ്ററുകൾ അത് ചെയ്തില്ല എങ്കിൽ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ആവശ്യത്തിന് കുറയില്ല. ചിലപ്പം ഈ വെസല്, ഈ സ്പേസ് ക്രാഫ്റ്റ് സ്പേസിൽ അനിശ്ചിതകാലത്തേക്ക് പെട്ടുപോകുമോ എന്നുള്ളൊരു അതിന് സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ കാരണം. ഈ ഒരു സംഭവമാണ്. പക്ഷേ ഇനി ഇതിൻ്റെ ആശങ്കയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒന്നാമത് സാധാരണഗതിയിൽ എത്ര ഹീലിയം ആവശ്യമുണ്ടോ അതിൻ്റെ പല മടങ്ങ് ഹീലിയം എപ്പോഴും അതിൻ്റെ അകത്ത് കരുതും. പിന്നെ ISSലാണ്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ്, അവിടെ ആവശ്യത്തിന് ഹീലിയം ഉണ്ട്. ഈ പേടകം ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഹീലിയം ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ നെഗ്ലിജിബിളാണ്. അത് അങ്ങനെ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ, ചെറിയൊരു ലീക്ക് ആണെങ്കിലും നമുക്ക് സ്പേസിലേക്ക് പോകുന്ന ഒരു ഇതല്ലേ. അതെ, പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പതിവുള്ളതാണ്, ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. ഇപ്പം അതുപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ചെയ്യാറില്ല. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ചന്ദ്രയാൻ 2 ലോഞ്ച് ചെയ്തപ്പം, 3 അല്ല 2, അത് ലോഞ്ച് ചെയ്തപ്പം ഒരു രാത്രിയിലാണ് അത് ലോഞ്ച് ചെയ്തത്. നമ്മളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ്, ഒരു 10 മിനിറ്റ് മുമ്പ് പെട്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നു, ലോഞ്ച് സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ കാരണം ഈ ഒരു ഹീലിയം ലീക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഹീലിയം ലീക്ക് അതും വേണമെങ്കിൽ അവഗണിക്കാവുന്നതാണ്. പക്ഷേ ആ ചാൻസ് അവരെടുത്തില്ല, അങ്ങനെ ചെയ്തു. ഇത് ഇപ്പം ഒരു 100 കിലോഗ്രാം ഹീലിയം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 500 കിലോഗ്രാം അവർ കരുതിയിട്ടുണ്ടാവും. അതിപ്പോഴും ഉണ്ട് അവിടെ. വേണമെങ്കിൽ തിരിച്ചു വരാം, ഇതേ ഇതിൽ തന്നെ തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് വെച്ചാൽ, എങ്ങനെ ഈ ലീക്ക് വന്നു എന്ന് എഞ്ചിനീയേഴ്സിന് അറിഞ്ഞേ പറ്റൂ. അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ത്രസ്റ്ററുകളുണ്ടല്ലോ, ഇപ്പോൾ ഈ കേടായ പ്രശ്നമായ ത്രസ്റ്റർ, അത് തിരിച്ചു ഭൂമിയിൽ കൊണ്ടുവരണം. അപ്പം ഇത് സാധാരണമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഹീലിയം ലീക്ക് എന്നുണ്ടെങ്കിൽ, പിന്നെ അത് ഇങ്ങനെ അറിയണം എന്നുള്ളൊരു മാനദണ്ഡം. അത് നെഗ്ലിജിബിൾ ആയിരുന്നു ആ ലീക്ക് ഉണ്ടായിരുന്നു സാധാരണ വയ്ക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വേറെ 2-3 ത്രസ്റ്ററുകളിലും കൂടി ഇത് വന്നു. ആ നെഗ്ലിജിബിൾ എന്നുള്ള ലെവലിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ലീക്ക് കൂടി. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നത് കാരണം. പിന്നെ ഈ സ്റ്റാർലൈനർ പേടകത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്ന ഒന്നുണ്ട്, സർവീസ് മൊഡ്യൂൾ അതിൻ്റെ ബാക്കിലുള്ളത്. അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ ഈ ത്രസ്റ്ററുകൾ പിടിപ്പിച്ചിരിക്കുന്ന ഈ സർവീസ് മൊഡ്യൂൾ വേർപെട്ട് അന്തരീക്ഷത്തിൽ കത്തി നശിച്ചു പോകും. ക്രൂ മൊഡ്യൂൾ മാത്രമേ സേഫായിട്ട് തിരിച്ചു വരുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് തിരിച്ചു വരാം. പക്ഷെ ചെയ്താൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, ഈ സർവീസ് മൊഡ്യൂൾ കത്തി നശിച്ചു പോകും. ആ ത്രസ്റ്ററുകൾ പിന്നെ ഒരിക്കലും കിട്ടില്ല. ത്രസ്റ്ററുകളെ നമുക്ക് അതേപോലെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇവിടെ നിന്ന് പുതിയ ത്രസ്റ്ററുകൾ അതിൽ റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് അത് അഴിച്ചിട്ട് ഇത് കൊണ്ടുവരണം. അതിന് ഇവർക്ക് സമയം ആവശ്യമാണ്. ആ സമയക്കാരും പുതിയ ത്രസ്റ്ററുകൾ ഉണ്ടാക്കണം. ഈ ചാൻസസ് എല്ലാം ഫോർസി ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രയലുകൾ നടത്തണം, ടെസ്റ്റുകൾ നടത്തണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ, ഇത് ഇവിടെങ്ങും അല്ല, സ്പേസിലാണ്, 500 കിലോമീറ്റർ മുകളിലാണ്, അതവിടെ എത്തിക്കണം. അത് സ്പേസ് വാക്ക് നടത്തി അതിൽ ഇത് ചെയ്യണം, ഫിറ്റ് ചെയ്യണം, അതിൻ്റെ ട്രയൽ എടുക്കണം.
ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ വരാൻ പക്ഷെ ഇത് പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നിന്നൊരു ഇപ്പം ഈ ട്രസ്റ്ററുകൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അത് പിന്നെ സ്പേസിൽ നിന്നിട്ടുള്ള ഈ ടെക്നിക്കലായിട്ടുള്ള ഇവരുടെ ഈ അറ്റകുറ്റപ്പണികളൊക്കെ പോസിബിൾ ആണോ? പോസിബിൾ ആണ്, ആണ്. എന്തെല്ലാം ചെയ്യാറുണ്ട് അത്. കാര്യം ISSൽ ഈ സ്പേസ് വാക്ക് അവർ നടത്തും. അതിന് വേണ്ടി ഈ പണ്ട് നമ്മൾ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം ജെയിംസ് വെബ് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിച്ചിരുന്നു. വളരെ ഗംഭീര സംഭവമായിരുന്നത്. പക്ഷേ അതിന് ആദ്യം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. കാര്യം അതിലെ മെയിൻ മിറർ, അത് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പായിരുന്നു, അതിൻ്റെ മെയിൻ മിററിന് കംപ്ലൈൻറ്റ് വന്നു. ഒന്നും കിട്ടുന്നില്ല, ചിത്രങ്ങളെല്ലാം ബ്ലറായിട്ട്. ആ സാധനം അങ്ങ് പോയി എന്ന് തന്നെ വിചാരിച്ചു. സ്പേസിലിറങ്ങുന്ന സാധനം ഇവിടെ വന്നു. പക്ഷേ ഇവിടെ നിന്ന് അന്ന് ഇവർ സ്പേസ് ഷട്ടിലിൽ ഇതിൻ്റെ സമീപം ചെന്ന് ഇവർ സ്പേസിൽ പുറത്തിറങ്ങി സ്പേസ് വാക്ക് നടത്തി അവിടെ വെച്ചത് റിപ്പയർ ചെയ്ത് അത് വീണ്ടും വർക്ക് ചെയ്യിച്ചു. അതൊക്കെ പോസിബിളാണ്. കാര്യം പക്ഷെ അതുപോലെ അല്ലല്ലോ നമ്മളിപ്പോ ഒരു പേടകത്തിന്റെ ഒരു മുഴുവൻ റീപ്ലേസ്മെന്റ് അങ്ങനെ തന്നെ. പേടകം അങ്ങനെ റീപ്ലേസ് ചെയ്യല്ല, അതിന് വേണ്ട ഭാഗങ്ങൾ മാത്രം. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഇതിനു മുമ്പ് കോവിഡിന്റെ സമയത്ത് ഒരു ആസ്ട്രോനോട്ട് അവിടെ കൂടി 1 വർഷം അവിടെ കിടന്നു. ഒരു വർഷം കിടന്നു. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഇതിൻ്റെ പോസിബിലിറ്റി ഉള്ളതാണ്. ഇപ്പോഴും വേണമെങ്കിൽ ഇപ്പം അവിടെ എന്തുകൊണ്ടാണ് ഇവരിപ്പോൾ അവിടെ താമസിക്കുന്നത്? അവിടെ താമസിക്കാൻ ഒരു സ്ഥലം ഉള്ളതുകൊണ്ടാണ്. ISSൽ 2 ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുള്ള സംഭവമാണ്. എത്ര കാലം വേണമെങ്കിൽ താമസിക്കാം. അതിനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാർഗോ ലോഞ്ച് ഇവിടുന്ന് പോകുന്നുണ്ട്, കൃത്യമായിട്ട് പോകുന്നുണ്ട്. കാര്യം ഇതൊരു അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ ഫലമാണ് ഈ ISS എന്ന് പറയുന്നത്. അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ജപ്പാനുണ്ട്. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇപ്പം ഈ ഏപ്രിലാണോ ഈ അടുത്ത സമയത്ത് ഇവരുടെ ഒരു കാർഗോ വെസൽ പോകുന്നുണ്ട്. അവിടേക്കുള്ള ഫുഡ് സപ്ലൈ അവിടെ എപ്പോഴും അവിടെ ഉണ്ട്. അവർക്ക് വേണ്ട സപ്ലൈയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതവിടെ എത്തും കൃത്യമായിട്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരാശങ്കയുടെ ആവശ്യമില്ല. അവർ സത്യത്തിൽ സന്തോഷത്തോടെ കഴിയുകയാണ് അവിടെ. അപ്പൊ എന്തുകൊണ്ട് ഈ സുനിത വില്യംസിന്റെ ഈ ഒരു സിറ്റുവേഷൻ ഇത്രയധികം ഒരു ചർച്ചാ വിഷയമാകുന്നു? കാരണം ഇതൊരു സാധാരണമായിട്ടുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നെഗ്ലിജിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എന്തുകൊണ്ട് ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമായി? നമുക്ക് അറിഞ്ഞില്ലേ, ഈ സാധാരണ ഉണ്ടാകുന്ന റെഗുലറായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നല്ല പറയുന്നത്. അതിടയ്ക്ക് ഉണ്ടായ ചരിത്രങ്ങളുണ്ട്. ബഹിരാകാശത്ത് ആൾക്കാർ കുടുങ്ങിപ്പോയ ചരിത്രമുണ്ട്. കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പോളോ മിഷൻസ് ഉണ്ടല്ലോ, ചന്ദ്രനിൽ കഴിഞ്ഞ് അപ്പോളോ 11, 12 കഴിഞ്ഞ് അപ്പോളോ 13 ചന്ദ്രൻ്റെ സമീപം വരെ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഓക്സിജൻ ടാങ്കർ പൊട്ടിത്തെറിച്ച് ഇവരെന്ത് ചെയ്യുമെന്നറിയാൻ വയ്യ. വളരെ അതിസാഹസികമായിട്ടൊരു ചരിത്രമാണത്. അപ്പോളോ 13 ഒരു സിനിമയൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ ഇത് നമുക്ക് സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. അതേപോലെ ചാലഞ്ചർ കൊളംബിയ പൊട്ടിത്തെറിച്ച് കൽപ്പന ചൗള അടക്കം 7 പേരും മരിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ സ്പേസ് ട്രാവലിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് വാർത്തയായെന്ന് പറഞ്ഞാൽ കുറേ കാലം കൂടിയിരുന്ന് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. പിന്നെ വേറൊന്ന് അതിൻ്റെ അത് ഞാൻ ചില അടുത്ത സമയത്ത് കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്, മുഴുവനും അർത്ഥസത്യങ്ങളാണ് പറയുന്നത്. അതായത് നാസയും സ്പേസ് എക്സും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിൻ്റെ ഭാഗമാണത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇലോൺ മസ്ക് ഒരു പേടകം അങ്ങോട്ട് അയച്ച് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരും. നാസ ഏതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് എറണാകുളത്തേക്ക് പെട്ടെന്നൊരു ടാക്സി അയച്ച് തിരിച്ചു കൊണ്ടുവരുന്ന നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അത്. അതൊന്നും അങ്ങനെയൊന്നും അല്ല സംഭവം. അങ്ങനെ ഇതിൻ്റെ അകത്ത് ചില രാഷ്ട്രീയങ്ങളുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉണ്ടാകുന്ന ചില അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയം ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് ഇതിനെ ഇപ്പോൾ ഒരു വലിയ ഒരു സെൻസേഷണൽ ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കുന്നത്. അതല്ലാതെ ടെക്നോളജിക്കലി ഇതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. സുനിത വില്യംസ് വളരെ സേഫായിട്ട് തന്നെ തിരിച്ചു. ഇപ്പൊന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇന്ന ഡ്യൂറേഷൻ അകത്ത് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല.
കാര്യം ഒരു അവിടേക്ക് ഈ പുതിയ ത്രസ്റ്ററുകൾ എത്തിക്കണം, അല്ലെങ്കിൽ പുതിയ പേടകം എത്തിക്കണം. അതിന്റെ അറ്റകുറ്റപ്പണികൾ ഇവിടെ അതിവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. അതിവിടെ നടക്കുന്നുണ്ട്. ഇവർക്ക് പ്രധാനമായിട്ടും ഏറ്റവും ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം ഇപ്പോൾ അവിടെ ISS എന്ന് പറയുന്നൊരു സംഭവം ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, ഈ പ്രശ്നമുള്ള ആ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ റിസ്ക് എടുത്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യുമായിരുന്നു. ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ത്രസ്റ്ററുകൾക്ക് വേണ്ടി അവിടെ ഒരു ഹ്യൂമൻ ആണല്ലോ കിടന്ന് സഫറിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. സഫറിങ്ങിന്റെ പ്രശ്നമില്ല കുട്ടി. അല്ല, ബിക്കോസ് നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ആസ്ട്രോണറ്റ്സ് അവിടെ ചെല്ലുമ്പം അവർക്കും ഒരുപാട് സൈക്കോളജിക്കലി ഇഷ്യൂസ് വരുന്നതും കാര്യങ്ങളൊക്കെ. ഇത് ഈ സ്പേസിലെ ആസ്ട്രോനോട്ട്സ് എന്ന് പറയുന്നുണ്ട്, അവർ എന്തെല്ലാം സൈക്കോളജിക്കൽ ട്രെയിനിങ്ങും ആ ഒരു ലെവലിലുള്ളവരെയാണ് അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ദീർഘകാലം ട്രെയിനിങ്. പിന്നെ സുനിത വില്യംസ് എന്ന് പറഞ്ഞാൽ ഒരു സീസൺഡ് അസ്ട്രോനോട്ടാണ്. സീസൺഡ് ആണ് അവർ. എത്ര പ്രാവശ്യം സ്പേസ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് സുനിത വില്യംസ്, സ്പേസ് ഷട്ടിലും അല്ലാതൊക്കെയാണ്. അതുകൊണ്ട് അവരെ ഇതൊന്നും ബാധിക്കുകയില്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സെൻസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഉത്തരാഖണ്ഡിൽ 10 പേര് ഖനിക്കകത്ത് കുടുങ്ങിപ്പോയല്ലോ, ഇനി എന്താവുമോ അവരുടെ അവസ്ഥ എന്നതുപോലെ ഒരു സെൻസേഷനാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അത്രയ്ക്കും വെറി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഒരിക്കലും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അവരുടെ ചില ഫോട്ടോകളൊക്കെ എടുത്ത സമയത്ത് വന്നിരുന്നല്ലോ, അവരത് എൻജോയ് ചെയ്യുകയാണ് അവിടെ. അതായത് ഇത് സ്പേസ് ട്രാവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അത്രമാത്രം റിസ്ക് ഉള്ള സംഭവമാണ്. അതുകൊണ്ട് എന്ത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ തയ്യാറായവരെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. പിന്നെ സുനിത വില്യംസ് ഒരു ഫൈറ്റർ പൈലറ്റാണ്. ആ ലെവലിൽ നിൽക്കുന്ന അവരുടെയൊക്കെ ആ ഒരു മനസ്സിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലുതാണത്. അതുകൊണ്ട് അവർ സൈക്കോളജിക്കലി താഴെ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കും, ഈ അപ്പോളോ 13 കാര്യം ആലോചിച്ച് നോക്കും. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല, ഇവിടെ അറിയില്ല. എങ്ങനെ ഒരു കേടായ പേടകത്തിൽ അതിൻ്റെ അകത്ത് ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ആ പേടകത്തിൻ്റെ അകത്ത് അതിനെ ഒരു ലൈഫ് ബോട്ടാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ തിരിച്ചിവിടെ എത്തിയത്. അത്രയും ദിവസങ്ങൾക്കുള്ള അത്രയും സമയത്തിനുള്ളിൽ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുകയാണ്, പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കൂ, അതിൻ്റെ അത്രമാത്രം കാര്യങ്ങൾ ഈ സ്പേസ് ട്രാവലിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമില്ല. ഇപ്പം അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ, അങ്ങനൊരു ലൈഫ് ആൻഡ് ഡെത്ത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തേക്കുള്ള ഓക്സിജൻ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ രക്ഷയില്ല. ഇവർ വന്നില്ലെങ്കിൽ പ്രശ്നം. അങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെപ്പോഴേ തിരിച്ചു വരുമായിരുന്നു. ഇതൊന്നും വേണ്ട. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാനുണ്ട്. ഫ്യൂച്ചർ മിഷന് വേണ്ടിയിട്ട് പല ഡേറ്റ നമുക്ക് ഈ ഇതിൽ നിന്ന് കിട്ടും. ആ സാധ്യതകളും കൂടെയാണ് ഇവിടെ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ്. അതുകൊണ്ട് നമ്മളതിൻ്റെ അകത്തൊരു സെൻസേഷണൽ വശത്തിലേക്ക് പോവേ വേണ്ട. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അവർ സേഫായിട്ട് തിരിച്ചു വരും. എപ്പോൾ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 6 മാസം എടുത്തെന്ന് വരും, 3 മാസം എടുത്തെന്ന് വരും, പറയാൻ പറ്റില്ല. അത് വരുമ്പോൾ വരട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പം വേറെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ സ്പേസിനകത്ത് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ലൈക്ക് സുനിത വില്യംസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ ഇപ്പം നമുക്ക് എന്തൊക്കെ പോസിബിൾ അറ്റാക്സ് ആയിരിക്കും നേരിടേണ്ടി വരിക? ഇപ്പോൾ നമ്മൾ ആ ഒരു മേ ബി റോക്കറ്റിന് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ലൈക്ക് ഓർബിറ്റിൽ നമ്മൾ റിവോൾവ് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഫിസിക്കലി പ്രശ്നങ്ങളും ഇതൊക്കെ ആയിരിക്കാം നമുക്ക് വേറൊരു എക്സ്ട്രീം തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിക്കും. ഹാംഫുൾ ആയിട്ടുള്ള കാര്യത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അവിടെ ഒന്നാമത് സ്പേസ് ഡെബ്രീസ് ഒക്കെ ഒരുപാടുണ്ട്. സ്പേസ് ഡെബ്രീസ്, ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സിനിമ ഗ്രാവിറ്റി കണ്ടല്ലേ, ആ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ സംഭവിക്കാം. കാര്യം പെട്ടെന്നൊരു സ്പേസ് ഡെബ്രീസ് വന്ന് ഇടിച്ച് എല്ലാം കൂടെ തകർന്നു പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം, പറയാൻ പറ്റില്ല. അതേപോലെ ആയിരക്കണക്കിന് ഉൽക്കകൾ ഒരു ദിവസം നമ്മുടെ അന്തരീക്ഷത്തിൽ കയറി കത്തിപ്പോകുന്നുണ്ട്. ഇതെല്ലാം ഈ സ്പേസ് വഴിയാണ് വരുന്നത്. ഇതിലേതെങ്കിലും വന്ന് ഇടിച്ചെന്ന് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്തെ എന്തെങ്കിലും പുറത്തോ വല്ലതും വന്നിടിച്ച് ഇതിൻ്റെ സോളാർ പാനൽ തകർന്നു പോയി, അതിലേക്കുള്ള ഇലക്ട്രിസിറ്റി നിന്നു പോയെന്ന് വരാം. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് വരെ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു സ്പേസ് മിഷൻ യാത്ര നടത്തുന്നത്, അതുപോലെ തിരിച്ചു വരുന്നത്.
തിരിച്ചു വരുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കയറുമ്പം നമ്മുടെ ഈ ഈ വെസല്, ഈ ക്രാഫ്റ്റ് ഈ അന്തരീക്ഷ വായുവുമായി ടൊരഞ്ഞ് ഫ്രിക്ഷൻ കാരണം ഭയങ്കരമായിട്ട് ചൂടാകും. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ഡിഗ്രിയാണ്. സണ്ണിൻ്റെ കോറിൽ, സണ്ണിൻ്റെ സർഫസിലെ ചൂടെന്ന് പറയുന്നത് 6000 ഡിഗ്രിയാണ്. ഏകദേശം അത്രയും ചൂട് ഇത് പഴുക്കും വന്നു. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ സേഫ് ആയിരിക്കണം. അപ്പോൾ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള തെർമൽ കവറിങ് ഉണ്ടാവും. ആ തെർമൽ കവറിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെയാണ് കൊളംബിയ പോയത്. കാര്യം ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു ഫോമിൻ്റെ ഒരു കഷ്ണം ഇളകി വന്ന് ഒരു ചെറിയ 6 mm വലിപ്പമുള്ള ഒരു ചെറിയ ക്രാക്ക് അതിലുണ്ടായി. ആ ക്രാക്കിൽ കൂടെ ഈ ചൂടുവായു അകത്ത് കയറിയാണ് സംഭവിച്ചത്. ഇത് സംഭവിക്കാം. അതുപോലെ ഇത് താഴേക്ക് വരുന്ന സമയത്ത് പാരച്യൂട്ടിലാണ് ഇറങ്ങുന്നത്. ആ പാരച്യൂട്ട് വിടരാതിരുന്നാൽ പാരച്യൂട്ടിന് പല പ്രാവശ്യം ഈ പാരച്യൂട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ട്രയൽ നടത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ ഉടനീളം റിസ്ക് ഉണ്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. ഈ റോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഭീമാകാര സ്ട്രക്ചറാണത്. 100 കണക്കിന് ടൺ എക്സ്പ്ലോസീവായിട്ടുള്ള ഇന്ധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്, കത്തുന്നത്. ലിക്വിഡ് ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി എക്സ്പ്ലോസീവായിട്ടുള്ള സംഭവമാണ്. വലിയൊരു ആറ്റം ബോംബ് പോലൊരു സാധനമാണത്. അത് കത്തുന്ന അതിൻ്റെ മുകളിലാണ് ഇവരിയ്ക്കുന്നത്. ഇങ്ങനെ ഏറ്റവും ഇസഡ് ഇതിൻ്റെ അകത്ത് അപകട സാധ്യതകളുണ്ട്. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. അമേരിക്കയുടെ തന്നെ 2 സ്പേസ് ഷട്ടിലുകൾ തകർന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ലൈക്ക് ഇപ്പോൾ നമുക്ക് ലിറ്റിൽ നമുക്കൊരു നമ്പേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം സോവിയറ്റ് യൂണിയനിലായിരുന്നു ആദ്യം ഉണ്ടായത്, അവിടെ ഉണ്ടായത്. അത് 60s ആദ്യമാണത്. അവർ തിരിച്ചു വരുന്ന വഴിക്ക് ഇതിൻ്റെ അകത്തെ പ്രഷർ കംപ്ലീറ്റ് അങ്ങ് പോയി. അവർ സാധനം ഇവിടെ ലാൻഡ് ചെയ്തു, പക്ഷേ അവരുടെ ഡെഡ് ബോഡിയെ കിട്ടിയുള്ളൂ അതിൻ്റെ അകത്ത്. അങ്ങനെ കിട്ടിയുള്ളൂ. അതിനുശേഷമാണ്, ആ അപകടത്തിന് ശേഷമാണ് ഇവർ എപ്പോഴും തിരിച്ചു വരുമ്പോൾ ഇവർ സാധാരണ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് മുകളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ സ്പേസ് സ്യൂട്ടൊക്കെ അഴിച്ച് മാറ്റും. സാധാരണ ഡ്രസ്സിലൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ലോഞ്ച് ചെയ്യുമ്പോഴും തിരിച്ചു വരുമ്പോഴും നിർബന്ധമായിട്ടും സ്പേസ് സ്യൂട്ട് ധരിച്ചിരിക്കണം. കാര്യം സ്പേസ് സ്യൂട്ടിൻ്റെ അകത്ത് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും, പ്രഷറെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. ആ തീരുമാനം അതിന് ശേഷം ഉണ്ടായതാണ്. പിന്നീട് 65 ഈ അപ്പോളോ പദ്ധതികളുണ്ടല്ലോ, അപ്പോളോ 11 മനുഷ്യർ, അപ്പോളോ 1, ആ അപ്പോളോ 1 ആ ലോഞ്ചിങ് പാഡിൽ തന്നെ ആ റോക്കറ്റ് അങ്ങനെ തന്നെ പൊട്ടിത്തെറിച്ചു. 3 പേര് മരിച്ചു. അങ്ങനെ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് 7 പേര് മരിക്കുന്നത് 1986-ലാണ്. 86-ൽ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ ലോഞ്ച് ചെയ്ത പാടെ അത് പൊട്ടിത്തെറിച്ച്. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു ടെക്നിക്കൽ പ്രോബ്ലമാണ്. ഈ ഓറിങ് ഉണ്ടല്ലോ, റബ്ബർ ഓറിങ്, അതിൽ ഒരു ഓറിങ് ഇത്തിരി സ്റ്റിഫായി പോയപ്പം അതിൽ കൃത്യമായിട്ടത് സീലായില്ല. അതുവഴി അതായിരുന്നു അതിൻ്റെ പ്രശ്നം. പിന്നീട് കൊളംബിയ. ഇത്രയും കാലത്തെ നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷനിലെ കണ്ടിജൻസീസ്, അതായത് ഈ അപകടങ്ങൾ ഇത്രയുണ്ട്. 7-7, 14-3, 17-2, 19 പേര് മരിച്ചിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയിൽ. ഇതാണ്. ഇതിനിടയ്ക്ക് അപ്പോളോ 13 അവർ അതിസാഹസികമായി അവർ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. ഇതാണ് സാധ്യതകൾ ഭയങ്കര ഒരുപാട്. പിന്നെ ഇതിൽ തിരഞ്ഞെടുക്കുന്നവരെ അതുപോലുള്ളവർ എന്ത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ പറ്റുന്നവരെ ആ മറ്റേ ജി സ്പോട്ടും ഗ്രാവിറ്റി ഇതെല്ലാം നമുക്ക് ആ പ്രഷറും ഇതെല്ലാം നമ്മൾ യൂസ്ഡ് ആവണല്ലോ. അത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളും. ഇവിടെ ഇതിന്റെ ഗ്രാവിറ്റി ട്രെയിനിങ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് നാസയിലൊക്കെ. വലിയൊരു ബോയിങ് എയർക്രാഫ്റ്റ് ബോയിങ്ങാണ്. ഇത് പറപ്പിച്ച് മേളിൽ കൊണ്ടുചെന്നിട്ട് അതിൻ്റെ അകത്ത് സീറ്റൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ എഞ്ചിൻ അങ്ങ് ഓഫ് ചെയ്ത് ചക്ക വിട്ടിട്ട് അവർ താഴേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 0 ഗ്രാവിറ്റിയാണ്. ആ സമയത്ത് ട്രെയിനിങ് എടുക്കും. അത് താഴെ വന്ന് ഒരു 3000-4000 അടി മേളിലെത്തുമ്പോൾ വീണ്ടും അത് എഞ്ചിൻ ഓൺ ചെയ്യും. ഇത്ര ഹാർഡായിട്ടുള്ള ട്രെയിനിങ്ങാണ് എന്നില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അവരെ സംബന്ധിച്ചോളം അവർ ഹാപ്പിയാണ്, അതിലൊരു സംശയമില്ല. അതിൻ്റെ അകത്ത് നമ്മൾ
എനിക്ക് നിങ്ങളോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഇതിൻ്റെ പേരിലൊരു സെൻസേഷൻ്റെ പുറകെ പോകരുത്. ഇതിൻ്റെ റിയാലിറ്റി ഇതാണ്. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാകും. ടെക്നോളജിയുടെ ഭാഗമാണ് ടെക്നിക്കൽ ഇഷ്യൂസ്. അതുണ്ടാകും. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കുന്നു. ISS എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അവിടെ ഉള്ളത് കൊണ്ട് അവരവിടെ താമസിക്കുന്നു. ഇനി അതില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട് അവർ തിരിച്ചുകൂടെ വരികയും. ഓക്കെ. ഇനിയിപ്പം ലൈക്ക് നമ്മൾ മേ ബി അല്ലെങ്കിൽ ഒരു അസംഷനിൽ ഇങ്ങനെ പറയണം, ഇനിയൊരു ഡേഞ്ചർ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം ഈ സുനിത വില്യംസിന്റെ ഈ ഒരു കേസിൽ ഇനിയൊരു ഡേഞ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ ലൈക്ക് ചിലപ്പം ഒരു -1 അല്ലെങ്കിൽ ഒരു 1% ഒക്കെ ആയിരിക്കാം. അതെന്താണ് ആ ഒരു കാര്യം? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ത്രസ്റ്ററുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ത്രസ്റ്ററുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, സ്പീഡ് കുറയ്ക്കാൻ കഴിയില്ല. സ്പീഡ് കുറച്ചാൽ മാത്രമേ ഇതിനെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറ്റാൻ കഴിയൂ. ആ സ്പീഡ് കുറഞ്ഞില്ല എങ്കിൽ ഇതവിടെ അങ്ങനെ സ്റ്റാൻഡേർഡായി അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ഉള്ളിൽ 2-3 ദിവസത്തേക്കുള്ള ഓക്സിജനേ ഉണ്ടാവും. ഓക്സിജനും ഫെസിലിറ്റീസുമേ ഉണ്ടാവുള്ളൂ ഒരേ സമയം. ആ ഒരു സിറ്റുവേഷൻ സീരിയസ് ആണ്. അതാണ് കാര്യം. അങ്ങനെ പോകുന്ന ഒരു പേടകത്തിനെ പുറകെ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. 28,000 km/h ആണ് ഇതിൻ്റെ സ്പീഡ്. ആ സ്പീഡിലാണ് ഇത് ഭൂമിയിലേക്ക് കയറുന്നത്, അന്തരീക്ഷത്തിലേക്ക് കയറുന്നത്. 28,000 km/h. അതുകൊണ്ട് അങ്ങനെ ആ ഒരു പേടകത്തിനെ പ്രത്യേകിച്ച് ലോവർ ഓർബിറ്റ് വെച്ച് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കുറച്ച് അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എന്താകാം എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. പക്ഷെ അത് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു സംശയമില്ല, കാര്യത്തിൽ ഒരു സംശയമില്ല. അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. അതിന് എപ്പോൾ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് അല്ലാതെ ഇവിടെ ഉത്തരാഖണ്ഡിലെ ഖനിയിൽ കുടുങ്ങിപ്പോയ ആൾക്കാരുടെ അവസ്ഥയല്ല, ഗുണ കേവ്സിൽ കുടുങ്ങിപ്പോയ ആൾക്കാരുടെ അവസ്ഥയല്ല അത് ഇവിടുത്തെ ഇപ്പം ഈ ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വാർത്തയായത്? ഈ സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവ് ആയതിനു ശേഷം ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ആദ്യത്തെ ഒരു ഇൻസിഡൻ്റാണ്. ഇതിനു മുമ്പ് 2001 കൊളംബിയ തകർന്നതിന് ശേഷം അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇത്രയും കാലത്ത് ഇടയ്ക്ക് വന്ന സംഭവം ഇതേ ഉള്ളൂ. അതുകൊണ്ടാണത്. ഇന്നാണത് കൊളംബിയക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നതെങ്കിൽ ഇത് വലിയ വലിയ വാർത്തകളാണ്. ഓക്കെ. അപ്പം സാറിനോട് സംസാരിച്ച ഈ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് നമുക്ക് ഭീതിപ്പെടാൻ മാത്രം ഒന്നും വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതെ. അപ്പോൾ കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നതിന് സാർ ഒരുപാട് നന്ദി. ഇത് കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഒരുപാട് സന്തോഷം സർ. ഇനിയും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. Always welcome. Thank you.